നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 71:3. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഈ ഒരു സങ്കീർത്തനം ഞാനിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്തോത്രം ടച്ച്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വാക്കാണ് അതിൻ്റെ അകത്ത് സ്തോത്ര വചനത്തിൻ്റെ അകത്ത്. എന്താണ്? ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുവാനിടയായി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും വന്ന് പാർക്കേണ്ടതിന്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണം. ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വചനം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതേ ദൈവമക്കൾ, നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം വിശ്വാസികളുടെ സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ ഒരു കൂട്ടർ അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്ന എന്താണ്? ഹല്ലേലൂയ. കഷ്ടതയുടെ അനുഭവം വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ താൻ ആഗ്രഹിച്ച ഒരു ആഗ്രഹം അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം പോലെ ജീവിതത്തെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ സ്തോത്ര, ഒരു പ്രത്യാശയില്ലാത്ത അനുഭവങ്ങളിൽ, ഹല്ലേലൂയ, കഷ്ടതയുടെ സ്തോത്ര, ഏറ്റവും കഷ്ടത ജീവിതത്തിൽ മൂർജിച്ചിരിക്കുന്ന അവസ്ഥകൾ, ഈ സന്ദർഭങ്ങളിലാണ് ഇപ്പോഴത്തെ ഒരു കൂടെ അല്ലെങ്കിൽ വിശ്വാസികൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ദൈവത്തോടു കൂടെ പാർക്കേണ്ടത്. അപ്പോൾ ഭയങ്കര ഉപവാസമാണ്, പ്രാർത്ഥനയാണ്, ഹല്ലേലൂയ, എല്ലാ പ്രയറിനും അറ്റൻഡ് ചെയ്യുന്നു, കഷ്ടതയൊന്ന് മാറി കിട്ടുന്നത് വരെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു കൂട്ടം വിശ്വാസികളുടെ സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഞാനും നീയും അങ്ങനെയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്, അല്ലേ? അപ്പം ഇവിടെ കാണുന്ന എന്താണ്? ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടത്. അപ്പോൾ ഒരു യഹോവ ഭക്തൻ്റെ ആഗ്രഹം ഇതായിരിക്കണം. നഷ്ടം വന്നോളട്ടെ, കഷ്ടത വന്നോളട്ടെ, ഭാരം വന്നോളട്ടെ, നിരാശകൾ വന്നോട്ടെ, ജീവിതത്തിൽ ആഗ്രഹിച്ച ആ ഒരു ഭാവി ജീവിതത്തിൽ കാണാത്ത അവസരങ്ങളിലായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും സ്തോത്രം, ദൈവത്തോടൊപ്പം ഹല്ലേലൂയ എനിക്ക് എപ്പോഴും പാർക്കണം. ഹല്ലേലൂയ. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം, പൊതുവെ ഒരു സുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൈസയുള്ള സമയത്ത്, വളരെ സാമ്പത്തികമായി നമ്മൾ മുന്നിലായിരിക്കുന്ന സ്ഥാനത്ത്, രോഗങ്ങളില്ല, ദുഃഖങ്ങളില്ല, നിരാശകളില്ല, ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അല്ലേ? ചില സാഹചര്യങ്ങളിൽ അത് വേണ്ടെന്ന് വരെ വയ്ക്കുവാണ്. ദൈവത്തെ എന്ത് ചെയ്യേണ്ട? വേണ്ട. ഹല്ലേലൂയ. സുഖത്തിലും ദുഃഖത്തിലും ഒന്നും എന്ത് ചെയ്തിട്ട് ദൈവത്തോടുകൂടെ പാർക്കുവാൻ പോയിട്ട് കർത്താവിൻ്റെ സന്നിധി ഇരിക്കുവാൻ പോലും ഇഷ്ടമില്ലാത്തവരായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സമൂഹം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എന്താണ് തീരുമാനിക്കേണ്ടത്? എനിക്ക് എപ്പോഴും വന്ന് പാർക്കണം, അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ നമ്മളായിരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് സ്വന്തം ഭവനത്തിലായിരിക്കുന്നത്, അല്ലേ? ഇപ്പം എന്താണ്, നമ്മൾ ജോലിക്ക് കടന്നു പോയാൽ ഒരു ടെൻഷൻ വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ ഇത് ഓടി വന്ന് നമ്മുടെ എന്ത് ചെയ്യും? ഭവനത്തിൽ നമ്മളായിരിക്കും. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ വിശ്രമിക്കുമ്പോൾ, അവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആശ്വാസം ലഭിക്കും, അല്ലേ? നമുക്കൊരു സന്തോഷം വരുമ്പോഴാണെങ്കിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും എന്താണ്? സന്തോഷിക്കുന്നവരാണ്. ഇതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ചെന്ന് പാർക്കേണ്ടതിന് നമുക്ക് ഉറപ്പുള്ളൊരു പാറയുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എന്നെയും നിന്നെയും എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തൻ്റെ മക്കളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൻ എന്ന അവകാശം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും കയറി ചെല്ലാൻ കഴിയുന്ന ഒന്നാണ് ദൈവസന്നിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാദപീഠം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും വന്ന് പാർക്കാം. ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ നമ്മൾ വളരെ സ്നേഹമെന്ന് കരുതിയ പലയിടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്തില്ല? ആശ്വാസം കിട്ടാതെ വരാം. ഹല്ലേലൂയ. പലയിടങ്ങളിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകേണ്ട അവസരങ്ങൾ വരാം. അതായത് നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്ന് ഒരു സമാധാനമില്ലാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എങ്കിലും ഹല്ലേലൂയ, പക്ഷെ ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അവൻ നമ്മുടെ എന്താണ്? തണലാണ്. ഹല്ലേലൂയ. നമ്മുടെ യഹോവ നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് തണലാണ്. ഹല്ലേലൂയ. ഏത് സമയത്തും ഹല്ലേലൂയ, നീ കഷ്ടതയിൽ ആരുമില്ലാത്ത സാഹചര്യം ആയിക്കോട്ടെ, ഒറ്റപ്പെടലിൻ്റെ
അവസ്ഥയായിക്കൊള്ളട്ടെ. ഹാലലൂയ. മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തുന്ന ഏത് സാഹചര്യത്തിൽ ഹാലലൂയ നിന്നെ എന്താണ് കൈ നീട്ടി സ്വീകരിക്കാൻ കഴിയുന്ന, നിനക്ക് ചെന്ന് എപ്പോഴും പാർക്കുവാൻ കഴിയുന്ന ഒരു ഇടമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധി. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹാലലൂയ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ ഇപ്പോൾ ഒരു പുത്തൻ ഭവനത്തിൽ ചെന്നാലും എവിടെ കയറിയാലും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനാ സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ എന്താണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് കർത്താവിൻ്റെ പാർപ്പിട കർത്താവിനോട് കൂടെ വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു 10-15 മിനിറ്റോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തോടു കൂടെ എന്ത് ചെയ്യാൻ പറ്റും? പാർക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയൊക്കെ ദൈവത്തോട് കൂടുതൽ നമുക്ക് അടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അല്ലാതെ സ്തോത്ര കഷ്ടത വരുമ്പോൾ മാത്രമല്ല നാം ദൈവത്തെ വിളിക്കേണ്ടത്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ ഹല്ലേലൂയ നിനക്ക് എപ്പോഴും വരാം. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് ഉറ്റ സുഹൃത്തുക്കൾ ഉള്ളവരായിരിക്കാം നമ്മളൊരു പക്ഷേ നമുക്കെല്ലാവർക്കും അല്ലേ. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ പല സുഹൃത്തുക്കളും നമ്മൾ എന്ത് ചെയ്യും? ഇട്ടിട്ട് പോയേക്കാവുന്ന അവസ്ഥയാണ്. പലപ്പോഴും എല്ലാ സാഹചര്യത്തിലും നമുക്ക് അവരുടെ അടുത്ത് പോയി ഒരു സമാധാനം ലഭിച്ചെന്ന് വരികയില്ല. മാതാപിതാക്കളെ എടുക്കുക അല്ലെങ്കിൽ സഹോദരങ്ങളെ എടുക്കുക. നമ്മുടെ എല്ലാ സാഹചര്യത്തിലും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്ത് ചെയ്യത്തില്ല, അവരുടെ അരികത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നമുക്കൊരു എന്ത് ചെയ്യത്തില്ല, സഹായം ലഭിച്ചു എന്ന് വരികയില്ല ദൈവമക്കളെ, അല്ലെങ്കിൽ ഒരു ആശ്വാസം ലഭിച്ചെന്ന് വരികയില്ല ദൈവമക്കളെ. പക്ഷേ ഹല്ലേലൂയ ആ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ വളരെയധികം ടച്ച് അല്ലെങ്കിൽ ആ ഒരു വചനത്തോട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ധ്യാനിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നിനക്ക് എപ്പോഴും കയറി ചെല്ലല്ലേ. ആമേൻ. സ്തോത്രം. നമുക്കറിയാം എബ്രായരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിനക്ക് സഹായം തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതേ ദൈവമക്കളെ, നിനക്ക് ഏത് സമയം വേണമെങ്കിലും എപ്പോഴും ഹല്ലേലൂയ നിന്നെ സഹായിപ്പാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഉത്തരം തരുവാൻ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ കർത്താവ് എന്താണ്? റെഡിയാണ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാണ്, കർത്താവ് എനിക്ക് എപ്പോഴും വന്ന് പാർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് അങ്ങ് എനിക്കൊരു ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ഇവിടെ ഉപമിച്ചിരിക്കുന്ന എന്താണ്? ഒരു ഉറപ്പുള്ള പാറ. ഹല്ലേലൂയ. മാറുന്ന പാറയല്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തരാണ്, അന്ത്യത്തോളം വിശ്വസ്തനാണ്. ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ ദൈവം തരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് വിശ്വസ്തനാണ്, ഉറപ്പുള്ള പാറയാണ്. ഹല്ലേലൂയ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായി വിശ്വസിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിൻ്റെ ഏത് സാഹചര്യത്തിലും നിനക്ക് ചെന്ന് അഭയം കൊള്ളുവാൻ, നിനക്ക് ചെന്ന് ആശ്രയിക്കുവാൻ, നിൻ്റെ മനസ്സിലെ വേദനകൾ പങ്കുവെക്കുവാൻ, നിൻ്റെ ദുഃഖങ്ങളെ പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരിടമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠം. ഹല്ലേലൂയ. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ നമ്മുടെ ഒരുക്കം പോലെ ഇരിക്കും ദൈവമക്കളെ. നാം എത്രത്തോളം ഒരുങ്ങിയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത് അതുപോലെ ഇരിക്കും കർത്താവിൻ്റെ ഹല്ലേലൂയ ആ ഒരു സാന്നിധ്യം നമ്മൾ അറിയേണ്ടതിന്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്കറിയാം, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പാറ എൻ്റെ കോട്ടയാവുന്നുവല്ലോ. അപ്പം ജനിച്ച അന്നു മുതൽ അല്ലേ, അമ്മയുടെ വയറ്റിൽ നമ്മൾ ഉരുവാകുന്ന സമയം മുതൽ ഇനി നിമിഷം വരെ നമുക്ക് എന്ത് ചെയ്യും? ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു കോട്ടയായി, നമുക്കൊരു തണലായി, നമുക്ക് എന്താണ് ഒരു പാറയായി നിൽക്കുന്ന ആ ദൈവത്തെ നമുക്ക് എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വചനം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയണം. കർത്താവ് എനിക്ക് എപ്പോഴും ദൈവസന്നിധി വന്ന് പാർക്കണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ പോയാലും കർത്താവ് എനിക്ക് എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് അങ്ങ് എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്ന് നമുക്ക് വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. ആകിയാൽ ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.